ഒരു സമീകൃതാഹാരം എന്ന നിലയിൽ പാലിന് വലിയ പ്രാധാന്യം നമ്മുടെ ഭക്ഷണത്തിൽ നൽകാറുണ്ട്. എങ്കിലും സമീപകാലത്ത് ഇതിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാൽ ആരോഗ്യത്തിന് ദോഷകരമാണോ അതോ അനാവശ്യമായി വിമർശിക്കപ്പെടുകയാണോ? ഈ ആശയക്കുഴപ്പം കാരണം പാല് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണോ വേണ്ടേ എന്ന് പലർക്കും ഉറപ്പില്ല. ഒരു ദശലക്ഷത്തിലധികം ആളുകളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ന്യൂട്രീഷൻ ആൻഡ് മെറ്റബോളിസത്തിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം മിതമായ അളവിലുള്ള പാൽ ഉപയോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പക്ഷാഘാതം, രക്തസമ്മർദ്ദം, ടൈപ്പ് 2 പ്രമേഹം എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ പഠനം തന്നെ പറയുന്നുണ്ട് അമിതമായി പാലുപയോഗം പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിച്ചേക്കാമെന്നും. അതുകൊണ്ട് പാല് ദോഷകരമാണോ എന്ന ചോദ്യത്തിന് ലളിതമായ ഒരു ഉത്തരമില്ല. നിങ്ങളുടെ ആരോഗ്യം, ദഹനശേഷി, ഭക്ഷണരീതി എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഇത്. പോഷക പഠനങ്ങൾ സ്ഥിരമായി പറയുന്നത് പാൽ ആവശ്യ പോഷകങ്ങളുടെ ഒരു മികച്ച ഉറവിടമാണെന്നാണ്. ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീൻ, കാൽസ്യം, പൊട്ടാസ്യം, വിറ്റാമിൻ B12, ഫോസ്ഫറസ് എന്നിവ പാലിലുണ്ട്. എല്ലുകളുടെ ആരോഗ്യം, പേശികളുടെ പുനർനിർമ്മാണം, നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം, പൊതുവായ മെറ്റബോളിക് ബാലൻസ് എന്നിവയിൽ ഈ പോഷകങ്ങൾക്ക് പ്രധാന പങ്കുമുണ്ട്. പലരും, പ്രത്യേകിച്ച് കുട്ടികൾക്കും പ്രായമായവർക്കും പാലുൽപ്പന്നങ്ങളില്ലാതെ ദൈനംദിന പോഷക ആവശ്യകതകൾ നിറവേറ്റാൻ സാധ്യതയില്ല. പാൽ ഉൾപ്പെടെയുള്ള പാലുൽപ്പന്നങ്ങൾ സമ്പൂർണ്ണ അമിനോ ആസിഡ് പ്രൊഫൈൽ നൽകുന്നുമുണ്ട്. ഇത് പേശികളുടെ വീണ്ടെടുക്കലിനും വളർച്ചയ്ക്കും നല്ലതാണ്. പോഷകക്കുറവ് സാധാരണമായ ജനവിഭാഗങ്ങളിൽ കാൽസ്യം, അയഡിൻ, വിറ്റാമിൻ B12 എന്നിവയുടെ കുറവ് നികത്തുന്നതിൽ പാൽ ഒരു സഹായകമായ പങ്ക് വഹിക്കുന്നു. ലാക്ടോസ് അസഹിഷ്ണുതയുള്ള ആളുകൾക്ക് പാല് വയറുവേദന, ഗ്യാസ്, മലബന്ധം, വയറിളക്കം എന്നിവയ്ക്കും കാരണമാകും. പാൽ ഉൽപ്പന്നങ്ങളിലെ ലാക്ടോസ് ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമായ ലാക്ടേസ് ശരീരത്തിൽ കുറവാകുമ്പോഴാണ് ഈ അസഹിഷ്ണുത ഉണ്ടാകുന്നത്. ഇത്തരം ആളുകൾക്ക് പാല് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമല്ല, പക്ഷെ വളരെ അസ്വസ്ഥതയുണ്ടാക്കാം. ലാക്ടോസ് രഹിത പാൽ അല്ലെങ്കിൽ സസ്യജന്യമായ പാൽ ഉൽപ്പന്നങ്ങൾക്ക് ഈ ലക്ഷണങ്ങളില്ലാതെ സമാനമായ പോഷകങ്ങൾ നൽകാൻ കഴിയും. കൊഴുപ്പ് കുറഞ്ഞ പാൽ ചില വ്യക്തികളിൽ മുഖക്കുരുവിന് കാരണമാവാം. ഹോർമോൺ പ്രതിപ്രവർത്തനങ്ങളുമായി ഇത് ബന്ധപ്പെടാം. മുഴുവൻ കൊഴുപ്പുള്ള പാൽ, കുറഞ്ഞ കൊഴുപ്പുള്ള പാൽ, കൊഴുപ്പ് നീക്കിയ പാൽ എന്നിവ ഓരോന്നിനും ശരീരത്തിൽ വ്യത്യസ്ത സ്വാധീനമാണുള്ളത്. മുഴുവൻ കൊഴുപ്പുള്ള പാല് കൂടുതൽ കലോറി നൽകുമ്പോൾ കൊഴുപ്പ് കുറഞ്ഞത് പൂരിത കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കും. പാല് ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ മിതമായ പാൽ ഉപയോഗം പൊതുവെ സുരക്ഷിതമാണ്. ലാക്ടോസ് അസഹിഷ്ണുതയുണ്ടെങ്കിൽ ലാക്ടോസ് രഹിത അല്ലെങ്കിൽ സസ്യജന്യമായ പാൽ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക.